ഹലോ ഡിയേഴ്സ്, അസ്സലാമലൈക്കും. ഇന്നത്തെ കുറച്ച് വിശേഷങ്ങൾ ഉണ്ടാക്കിയാലോ. ഇന്ന് ഒരു മാമ്പഴ പുളിശ്ശേരിയും അതുപോലെ ഒരു മാങ്ങ ഉണക്കച്ചെമ്മീൻ ചമ്മന്തിയും കൂടെ സ്പെഷ്യലായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാം. വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ ബീവീസ് കിച്ചൺ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണരുത്. അവരെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന പുതിയ വീഡിയോസൊക്കെ നമുക്ക് പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടോക്കിയാലോ. ഇത് ഞാനിവിടെ ഉണ്ടാക്കിയ കുറച്ച് കറിവേപ്പില, അതുപോലെ ചീര, അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ, കുറച്ച് ചെടികളും എല്ലാം കൂടെ ഒന്ന് ഉണ്ടാക്കിയതൊന്ന് വീഡിയോ എടുത്തതാണ്. മുരിങ്ങേൻ്റെലുണ്ട്, ചീര ഉണ്ട്, അതുപോലെ പയറിൻ്റെ വിത്ത് കിട്ടിയപ്പോൾ അതും കൂടെ ഇട്ട് അതെല്ലാം നന്നായിട്ട് മുളച്ച് വന്നിട്ടുണ്ട്. കറ്റാർവാഴ, പനീർ കൂക്ക, തക്കാളി, അങ്ങനെയുള്ള പലതുണ്ട് കേട്ടോ. പച്ചമുളക്, അത് ഞാൻ ഇതുണ്ട്. ഒരു മൈലാഞ്ചി കൊമ്പ് കുത്തിയിരുന്ന അതുണ്ട്, പൂളക്കൊമ്പുണ്ട്, പൂളക്കൊമ്പ് കുത്തിയിട്ട് അതൊക്കെ എല്ലാം ഉണ്ടായി വന്നിട്ടുണ്ട്. ഞാൻ ഇവിടെ ഇങ്ങനെ മണ്ണ് കണ്ടപ്പോഴേ ഒന്ന് ഉണ്ടാക്കിയതാണ്. അപ്പോൾ നല്ലോണം പിടിച്ചും ചെയ്തിട്ടുണ്ട്. ഇവന് ഞാനിതുപോലെ കുറച്ച് കവറിൽ പൂളക്കൊമ്പൊക്കെ ആക്കി വെച്ചിരുന്നു. അത് ചൂടുകൊണ്ടാണെന്ന് അറിയില്ല, മുളച്ചിട്ടില്ല. പിന്നെ ഞാൻ ഈ വേസ്റ്റൊക്കെ ഉണ്ട്, അതുകൊണ്ടൊരു വളം ഉണ്ടാക്കിയതാണ്. അതിൽ കവറിലും പിന്നെ പറഞ്ഞപ്പോൾ കവറിലും കുറച്ചാക്കിയതാണ്. പിന്നെ ഞാനിപ്പോൾ കിച്ചണിൽ മുളച്ച ഉള്ളി, ചേമ്പ്, ഇഞ്ചിയൊക്കെ മുളച്ചിരുന്നു. അപ്പോൾ അതും കൂടി ഒന്ന് അവിടെ കൊണ്ടുപോയി നട്ട് നോക്കട്ടെന്ന് വിചാരിച്ചിട്ട് അതും കൂടി വേസ്റ്റിൽ ബക്കറ്റിലിട്ട് കൊണ്ട് കൊണ്ടുവന്നതാണ്. അപ്പോൾ വേസ്റ്റ് ഞാൻ കവറിലേക്ക് ഇട്ട് അതിൻ്റെ മേലെ കുറച്ച് മണ്ണും കൂടി ഇട്ട് അങ്ങനെ അടച്ചു വെച്ചാൽ അത് കുറച്ചൊരു മാസമൊക്കെ ഇരിക്കുമ്പോഴത്തേന് നല്ല വളമാവും. വലിയ സ്മെല്ലൊന്നുമില്ല. അപ്പോൾ അത് ഈ ചെടിക്ക് ഇട്ട് കൊടുക്കും ചെയ്യാൻ വിചാരിച്ചിട്ട് അങ്ങനെ ഒന്നുണ്ടാക്കിയതാണ്. എല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണ്ടേ. വേസ്റ്റ് പിന്നെ ഒരു ബക്കറ്റിൽ കുറച്ച് വേസ്റ്റ് ഉണ്ടെങ്കിൽ അതും ഇടുക, അതുപോലെ അതിൻ്റെ മേലെ മണ്ണിടുക. അങ്ങനെ അടച്ച് വെച്ച് ഒരു മാസം ആകുമ്പോഴത്തേക്കും നല്ല ഒരു വളമായിട്ട് വരും. അപ്പോൾ ഞാൻ ഈ ഉള്ളിയൊക്കെ ഒന്ന് ഇവിടെ കുഴിച്ചിട്ട് നോക്കുക, ഉണ്ടാവുമെന്ന് അറിയില്ല. ഈ മുളച്ച ഉള്ളിയൊക്കെ ഒന്ന് കുഴിച്ചിട്ടിട്ട് ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുത്താൽ ചിലപ്പോൾ ഉള്ളിത്തണ്ട എങ്കിൽ നമുക്ക് വല്ല ഉപ്പേരിയൊക്കെ വെക്കാനൊക്കെ ഉപയോഗിക്കാമല്ലോ. അതുപോലെ നല്ല ചീര ഉണ്ട്, നനച്ചു കൊടുത്തിട്ടുണ്ടാവുന്നതാണ്. ഈ ചൂടത്തിൽ ഇങ്ങനെ നനക്കാനും കുറേ ബുദ്ധിമുട്ട്. അപ്പോൾ രാത്രിയൊക്കെ നനച്ചു കൊടുക്കും ഞാൻ. പൂളക്കൊമ്പൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇതിൽ ഞാൻ ഈ പനൻ്റെ ഓലയില്ലേ അതിട്ട് കൊടുക്കും. വത്തക്കാന്ന് തോന്നുന്നുണ്ടല്ലേ, അത് എനിക്ക് മനസ്സിലായിട്ടില്ല. വത്തക്കൻ്റെ കുരുവൊക്കെ ഇട്ടീന്ന് അവിടെ. ചീരൊക്കെ നല്ല ഭംഗിയിലുണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ തിരുമ്പിയത് ആറിടാൻ വന്നാണ്. അപ്പോൾ ആദ്യത്തതൊക്കെ ഒന്ന് മടക്കിയെടുത്ത് വെച്ചാൽ പിന്നെ മടക്കുന്ന പണിയില്ലല്ലോ. ഞാൻ എന്നിട്ട് ബക്കറ്റിൽ തന്നെ ഇട്ടിട്ട് കൊണ്ടുപോയിട്ട് പിന്നെ ഒന്ന് റെഡിയാക്കി എടുക്കുകയുള്ളൂ. അപ്പോൾ ആദ്യമൊക്കെ മടക്കിയെടുത്ത് പിന്നെ ഒക്കെ ഒന്ന് ചിക്കി. അതിൻ്റെ ശേഷം പിന്നെ ചായയൊക്കെ ഉണ്ടാക്കി അത് കുടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇന്നും അതുപോലെ പുട്ടും കടലയാണ് ഉണ്ടാക്കിയത്. അതുപോലെ അതിൻ്റെ ഇടയിൽ ഞാൻ ചോറ് അടുപ്പത്തിട്ടിരുന്ന് ചോറുണ്ടാക്കി ഒക്കെ റെഡിയാക്കി. ഞാൻ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 4 മാങ്ങ എടുത്തിട്ടുണ്ട്. 4 5 മാങ്ങ. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിക്കാനായിട്ട് വെക്കുക. അതൊന്ന് വെന്ത് വരുമ്പോഴത്തേന് കുറച്ച് ശർക്കര ഉരുക്കിയെടുക്കുക. അതുപോലെ കുറച്ച് തേങ്ങ, അതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾ, ഒരു 1/2 ടീസ്പൂണ് മുളക് പൊടി, കുറച്ച് തൈര് എല്ലാം ആവശ്യമാണ്. അതെല്ലാം കൂടെ കൂട്ടിയിട്ടൊന്ന് അരച്ചെടുക്കണം. 2 സ്പൂണ് തൈര് ചേർത്താൽ അത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഉരുക്കിയ ശർക്കര നമ്മൾ വെറുതെ മാമ്പഴത്തിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് 1 സ്പൂണ് നെയ്യും കൂടെ ചേർത്ത് വെക്കുക. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന്
വഴറ്റിയെടുക്കുക. പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ അരപ്പ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അരപ്പ് ചേർത്തൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഒന്ന് തിളച്ച് വന്നാൽ ഇത് വാങ്ങി വെക്കുക. ഇനി നമുക്ക് നെയ്യിൽ തന്നെ അതൊന്ന് വറവിടണം. ഉലുവയും കടുകും കറിവേപ്പിലയും ഉണക്കമുളക് ഇട്ടിട്ട് ഒന്ന് വറുത്തിടണം. ചൂടായ പാനിലേക്ക് 1 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്ത് ഇതിലേക്ക് ഉലുവ, കടുക്, ഉണക്കമുളക്, കറിവേപ്പില ചേർത്ത് കൊടുത്ത് ഇതൊക്കെ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് മാമ്പഴ പുളിശ്ശേരിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നല്ല അടിപൊളി മാമ്പഴ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അത് ഊർമിള ഉണ്ണി ഉണ്ടല്ലോ സിനിമ നടി, ഓരുണ്ടാക്കിയ അതേ സ്റ്റൈലിലൊന്നും ഉണ്ടാക്കിയതാണ്. ഇതിൽ പച്ചമുളകൊന്നും ചേർത്തിട്ടില്ല. ചിലർ പച്ചമുളകൊക്കെ ചേർക്കും. അപ്പോൾ ഇതിൽ അങ്ങനെയൊന്നും ചേർത്തിട്ടില്ല. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാമ്പഴ പുളിശ്ശേരിയാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇനി നമുക്ക് ഒരു മാങ്ങ ഉണക്കച്ചെമ്മീൻ ചമ്മന്തി ഉണ്ടാക്കി വയ്ക്കാമല്ലോ. പച്ചമാങ്ങ, ഉണക്കമുളകും ചുവന്നുള്ളി, ഉണക്കച്ചെമ്മീനും എടുത്തിട്ടുണ്ട്. ഉണക്കച്ചെമ്മീൻ നല്ല കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒന്ന് വറുത്തെടുക്കുക. അതിലേക്ക് ഞാൻ മുളകും ചുവന്നുള്ളിയും കൂടെ ചേർത്തിട്ടുണ്ട് വറുക്കാനായിട്ട്. മാങ്ങയും മുളകും ചെമ്മീൻ പൊടിയും ഉള്ളിയും തേങ്ങയും എല്ലാം കൂടെ കൂട്ടിയിട്ട് ഒന്നിച്ച് അരച്ചെടുക്കുക. കുറച്ച് പാകത്തിന് ഉപ്പ് ചേർക്കുക. ഉപ്പ് ചേർക്കുന്നത് ഉണക്കച്ചെമ്മീനിൽ കുറച്ച് ഉപ്പ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അതും കൂടി അഡ്ജസ്റ്റ് ചെയ്തിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നല്ല അടിപൊളി ചമ്മന്തി തന്നെ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഈ പുളിശ്ശേരിയും ഉണക്ക ചമ്മന്തിയൊക്കെ കൂട്ടിയിട്ട് ചോറ് കഴിച്ച് നല്ല ടേസ്റ്റ് ആയിരുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും അസ്സലാമു അലൈക്കും. താങ്ക് യു.